ഹലോ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ലോകത്തേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 30 ദിവസത്തെ യാത്രയുടെ ഒന്നാം ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് ഈ ഒരു മാസം അടിപൊളിയായി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? നമ്മളെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ AI-യോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കും, പക്ഷെ കിട്ടുന്ന മറുപടിയോ ഒരു ഗുണവുമില്ലാത്ത എന്തൊക്കെയോ കുറേ ജനറലായിട്ടുള്ള കാര്യങ്ങൾ, ശരിയല്ലേ? ആ ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്നിവിടെ തീർക്കാൻ പോകുന്നത്. ദാ ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. ഇടതുവശത്ത് കാണുന്നത് എന്താ? ഒരു വ്യക്തതയുമില്ലാത്ത ഒരു പ്രോംപ്റ്റ്. ഈ കോട്ടിൽ നിന്ന് കിട്ടാവുന്ന പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം എടുക്കുക. എന്നിട്ട് AI തരുന്ന മറുപടി വലതുവശത്തുമുണ്ട്. ഈ കോട്ടിൽ പ്രോഡക്റ്റ് വിവരങ്ങളുണ്ട്. കൊള്ളാം, ഇത് നമുക്കറിയാഞ്ഞിട്ടാണോ? ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ആ ഒരു നിരാശയില്ലേ, അതാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരാം. എന്തുകൊണ്ടാണ് ഈ AI-ക്ക് ഇങ്ങനെ തെറ്റുന്നത്? അതിനത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അതിന് നമ്മളൊരു ശരിയായ വഴികാട്ടി കൊടുക്കാത്തതുകൊണ്ടാണ്. ആ വഴികാട്ടി, അതാണ് നമ്മുടെ പ്രോംപ്റ്റ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ വലിയൊരു കാട്ടിൽ പെട്ടുപോയി വഴി തിരിയില്ല. അപ്പോൾ കയ്യിലൊരു കോമ്പസ് കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് AI-യുടെ ഈ വലിയ ലോകത്ത് പ്രോംപ്റ്റ് നമ്മളെ സഹായിക്കുന്നത്. കറക്റ്റ് ഡയറക്ഷൻ കാണിച്ചു തരും. അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്? ഇതൊരു വെറും ചോദ്യം മാത്രമല്ല. അതാദ്യം മനസ്സിൽ വെക്കുക. ഇത് കുറേ നിർദ്ദേശങ്ങളാണ്. AI എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതിന്റെ മറുപടിയെയും പെരുമാറ്റത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഗൈഡ് ലൈൻ. ഈ കോമ്പസ് എന്ന ഐഡിയയില്ലേ, അത് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചോ. എപ്പോഴാണോ നമ്മൾ വ്യക്തവും കൃത്യവുമായൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ AI-ക്ക് ഒരു ദിശാസൂചി കൊടുക്കുകയാണ്. പിന്നെ അത് ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയില്ല. നേരെ നമുക്ക് വേണ്ട ഉത്തരത്തിലേക്ക് തന്നെ വരും. എക്സാക്ട്ലി ടു ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ തിയറി പറഞ്ഞു. ഇനി ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണെന്ന് നോക്കിയാലോ? അവ്യക്തമായ നിർദ്ദേശങ്ങളെ എങ്ങനെ വ്യക്തവും കൃത്യവുമാക്കി മാറ്റാം. ലെറ്റ്സ് സീ. ഇപ്പോൾ ദാ ഈ സ്ക്രീനിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഇടതുവശത്ത് നമ്മുടെ പഴയ ഒരു ഡയറക്ഷനുമില്ലാത്ത പ്രോംപ്റ്റ്. പക്ഷെ വലതുവശത്തേക്ക് നോക്കിയേ, അതാണ് മാറ്റം. നമ്മൾ വെറുതെ എല്ലാ ഡീറ്റെയിൽസും താ എന്നല്ല ചോദിക്കുന്നത്. പകരം ഒരു റോഡ് മാപ്പ് തന്നെ കൊടുക്കുന്നു. 1. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വേണം, അത് ടെക്സ്റ്റ് ആയിരിക്കണം. 2. പ്രോഡക്റ്റ് SKU, അതും ടെക്സ്റ്റ്. 3. ക്വാണ്ടിറ്റി, അത് നമ്പർ ആയിരിക്കണം. 4. ഓരോന്നിൻ്റെയും വില, അത് ഡെസിമൽ ആയിരിക്കണം. കണ്ടോ, AI-ക്ക് ഇനി ഊഹിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലൻ പ്രോംപ്റ്റ് ഉണ്ടാക്കാനുള്ള 3 താക്കോലുകൾ സിമ്പിളാണ്. 1. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, വാട്ട്, അത് കൃത്യമായിട്ട് പറയുക. 2. അത് ഏത് ഫോർമാറ്റിൽ വേണം, ഹൗ, അതും പറയുക. 3. എന്തെങ്കിലും കണ്ടീഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഉണ്ടോ, കൺസ്ട്രെയിൻസ്, അതും പറഞ്ഞു കൊടുക്കുക. ഈ 3 കൂടെ ചേർന്നാൽ നിങ്ങളുടെ പ്രോംപ്റ്റ് സൂപ്പർ സ്ട്രോങ് ആവും. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മളിത് എപ്പോഴും ഓർത്തു വെക്കണം. ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ, അതായത് LLM-കൾ, നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. അതിനുള്ള കഴിവില്ല. പകരം അത് പ്രവചിക്കുകയാണ്. പാറ്റേണുകൾ നോക്കി അടുത്ത വാക്ക് എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വലിയ വേർഡ് പസിൽ പൂരിപ്പിക്കുന്നത് പോലെ സങ്കല്പിക്കുക. നിങ്ങളുടെ പ്രോംപ്റ്റാണ് ആദ്യത്തെ ക്ലൂ. ആ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന്റെ മെമ്മറിയിലുള്ള കോടിക്കണക്കിന് വാക്കുകളും വാക്യങ്ങളും വെച്ച് നോക്കും. എന്നിട്ട് ഏറ്റവും സാധ്യതയുള്ള അടുത്ത വാക്ക് ഏതാണോ അത് പ്രവചിച്ചവിടെ വയ്ക്കും. അതാണ് സംഭവം. അതിന്റെ പിന്നിലെ മാജിക് ഇത്രയുള്ളൂ. പ്രധാനമായും 2 തരം പ്രോംപ്റ്റിംഗ് ഉണ്ട്. ഒന്ന് സീറോ ഷോട്ട്, അതായത് നമ്മൾ ഒരു എക്സാമ്പിളും കൊടുക്കുന്നില്ല, നേരെ ടാസ്ക് കൊടുക്കുന്നു. രണ്ടാമത്തേത് ഫ്യൂ ഷോട്ട്. ഇവിടെ നമ്മൾ 1-2 ഉദാഹരണങ്ങൾ കൂടെ കൊടുത്ത് AI-യെ ഒന്ന് സഹായിക്കും. അപ്പോൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ കാര്യങ്ങൾക്ക് ഒരു ഇമെയിൽ ചുരുക്കിത്തരാനൊക്കെ സീറോ ഷോട്ട് മതി. പക്ഷേ നിങ്ങൾക്കൊരു പ്രത്യേക ഫോർമാറ്റിൽ ഒരു റിപ്പോർട്ട് വേണമെന്നിരിക്കട്ടെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്ന ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് ആണ് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ മതി. ഇനി കൈകൾ അൻസ്യൂ. ഇത് നേരിട്ടൊന്ന് ചെയ്തു നോക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ആദ്യത്തെ എക്സ്പെഡിഷന് റെഡിയായിക്കൊള്ളൂ. ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സസൈസ് ഇതാണ്. സിമ്പിളാണ്. സ്റ്റെപ്പ് 1, ഏതെങ്കിലും ഒരു ചെറിയ ടാസ്ക് എടുക്കുക. ഒരു പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും. സ്റ്റെപ്പ് 2, അതിനുവേണ്ടി ഒരു കോമ്പസ് ഇല്ലാത്ത, അതായത് ഒരു വേഗായിട്ടുള്ള പ്രോംപ്റ്റ് എഴുതുക. സ്റ്റെപ്പ് 3, അതേ ടാസ്കിന് വേണ്ടി ഒരു കോമ്പസ് ഉള്ള, അതായത് വളരെ സ്പെസിഫിക്കായ ഒരു പ്രോംപ്റ്റ് എഴുതുക. സ്റ്റെപ്പ് 4, 2 ഉത്തരങ്ങളും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഇനി സ്റ്റെപ്പ് 5, ഇത് 10 തവണ ആവർത്തിക്കുക. എന്തിനാ 10 തവണ എന്നല്ലേ? ആ വ്യത്യാസം നിങ്ങളുടെ മനസ്സിലങ്ങ് പതിയണം. ഒരു ചെറിയ വാക്ക് മാറ്റിയാൽ പോലും ഔട്ട്പുട്ടിൽ എന്ത് വലിയ മാറ്റമാണ് വരുന്നതെന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. നിങ്ങളെപ്പോ ഒരു പ്രോംപ്റ്റ് എഴുതിയാലും സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കണം. ഇതൊരു ഗോൾഡൻ റൂളാണ്. ഈ നിർദ്ദേശങ്ങൾ മാത്രം വെച്ച് ഒരു മനുഷ്യന് ഈ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. അപ്പോൾ നമ്മൾ 1-ാം ദിവസത്തിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്.
ഇന്ന് പഠിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നാളെ നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്നും ഒന്ന് വേഗത്തിൽ നോക്കാം. ഇന്നത്തെ ഏറ്റവും വലിയ ടേക്കവേ ഇത് മാത്രമാണ്. ബെറ്റർ ഇൻപുട്സ്, ബെറ്റർ ഔട്ട്പുട്സ്. നല്ല ഇൻപുട്ട് കൊടുത്താൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. ആ കോമ്പസ്, ആ ദിശാസൂചി, അത് നിങ്ങളുടെ കയ്യിലാണ്. AI-യുടെ കൺട്രോള് നിങ്ങളുടെ കയ്യിലാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയില്ലേ? ഈ കോമ്പസ് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വെറും വാക്കുകളിൽ നിന്ന് ഒരു LLM എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്? ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ നാളെ 2ാം ദിവസം കടക്കാൻ പോകുന്നത്. അപ്പോ നാളെ കാണാം.